റെയിൽവേ ഭൂപടത്തിൽ കേരളത്തിന്റെ നെഞ്ചകം പിളർക്കുന്ന മറ്റൊരു വിഭജനം കൂടി യാഥാർത്ഥ്യമാവുകയാണ്. 70ാം പിറന്നാളിന്റെ നിറവിലേക്ക് അടുക്കുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷന് കേന്ദ്ര സർക്കാർ നൽകിയ ഓണ സമ്മാനം കേരളത്തിന്റെ ഭാവി റെയിൽവേ സ്വപ്നങ്ങളുടെ വേരറുക്കുന്നു. 2006-ൽ സേലം ഡിവിഷൻ രൂപീകരിച്ചു തുടങ്ങിയ വെട്ടിമുറിക്കൽ പരമ്പരയിലെ ഏറ്റവും പുതിയ അധ്യായമായി മംഗളൂരു മേഖല ഇപ്പോൾ മൈസൂരു ഡിവിഷനിലേക്ക് പറിച്ചു നടാൻ തീരുമാനം എത്തിയിരിക്കുകയാണ്. അയൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ വികസന തുടർച്ചകൾ വീണ്ടും ബലി കഴിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിവിഷനുകളിലൊന്നായ പാലക്കാടിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് വിശകലനം ചെയ്യുന്നത്. പാലക്കാട് ഡിവിഷന്റെ ചിറകരിഞ്ഞ് റെയിൽവേ. കേരളത്തിന് സ്വന്തം റെയിൽവേ സോൺ എന്ന ആവശ്യം ഉയർന്നതിനിടെയാണ് സംസ്ഥാനത്തിന്റെ നിലവിലെ റെയിൽ സാഹചര്യങ്ങൾക്ക് തന്നെ വൻ ആഘാതമേൽപ്പിച്ച് പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച തീരുമാനമെത്തിയത്. മംഗളൂരു ഉൾപ്പെടെ ബന്ധപ്പെട്ട റെയിൽവേ മേഖലകൾ പുനഃക്രമീകരിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന്റെ കീഴിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഈ വർഷം ഒക്ടോബർ 1 മുതൽ പുതിയ ഭരണപരിധി പ്രാബല്യത്തിൽ വരും. ദക്ഷിണ റെയിൽവേയിൽപ്പെട്ട ഉള്ളാൾ മുതൽ മംഗലാപുരം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ദക്ഷിണ പശ്ചിമ റെയിൽവേയിൽ ലയിക്കുന്നതോടെ ദക്ഷിണ റെയിൽവേക്കും കേരളത്തിനും വൻ നഷ്ടമാണ് സംഭവിക്കുക. കേവലം 18 കിലോമീറ്റർ റെയിൽപാതയുടെ നഷ്ടമെന്ന ലഘൂകരണങ്ങൾക്കപ്പുറം 1100 കോടിയോളം രൂപയുടെ വാർഷിക വരുമാനവും മംഗളൂരുവിലെ സുപ്രധാന ടെർമിനൽ സൗകര്യങ്ങളുമാണ് ഇതോടെ പാലക്കാടിന് നഷ്ടമാകുന്നത്. നേരത്തെ പാലക്കാടിനെ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിഷേധിക്കപ്പെട്ട കേരളത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള തുടർ പ്രഹരമാണിത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേരളത്തിന്റെ തിരിച്ചടിയും കർണാടകത്തിന് നേട്ടവുമാണ് ഉണ്ടാകുക. വാർഷിക വരുമാനത്തിൽ 500 മുതൽ 600 കോടിയുടെ വർധനവാണ് മൈസൂരു ഡിവിഷന് ഉണ്ടാവുക. പനമ്പൂർ നഷ്ടമാകുന്നതിലൂടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം കുത്തനെ ഇടിയും. മംഗളൂരു തുറമുഖത്ത് നിന്ന് കൽക്കരി, വളം, പെട്രോളിയം അടക്കമുള്ള ചരക്ക് നീക്കുന്ന സ്റ്റേഷനാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പാലക്കാട് ഡിവിഷൻ കൈകാര്യം ചെയ്തത് 733 ലക്ഷം ടൺ ചരക്കാണ്. ഇതിലെ 90% മംഗളൂരു, പനമ്പൂർ, ഉള്ളാൾ മേഖലയിൽ നിന്നാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 4 മാസത്തിൽ യാത്രാക്കൂലി ഇനത്തിലെ വരുമാനം 400 കോടി കടന്നിരുന്നു. ഇതിലെ ഒരു ഭാഗം മംഗളൂരു, പനമ്പൂർ, ഉള്ളാൾ മേഖലയിലേക്ക് പോകുന്നതോടെ പാലക്കാട് ഡിവിഷന്റെ ആകെ ടിക്കറ്റ് വരുമാനത്തിന്റെ 50%-ലേറെ കുറവ് വന്നേക്കുമെന്നാണ് കണക്കാക്കുന്നത്. മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതും കേരളത്തിലൂടെ സഞ്ചരിക്കുന്നതുമായ ട്രെയിനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഇനി മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റപ്പെടും. കണ്ണൂരും കോഴിക്കോടും അവസാനിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരത്തേക്ക് നീട്ടണമെങ്കിൽ ഇനി മൈസൂരു ഡിവിഷന്റെ അനുമതി കൂടി വേണ്ടി വന്നേക്കും. എമർജൻസി ക്വാർട്ടർ ടിക്കറ്റ് അടക്കം ലഭിക്കുന്നതിന് മലബാറിലുള്ളവർ മൈസൂരു ഡിവിഷനെ ആശ്രയിക്കണം. ദക്ഷിണ റെയിൽവേയുടെ പ്രധാന ടെർമിനലുകളിൽ ഒന്നാണ് മംഗളൂരു. ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനാണ് ടെർമിനൽ സ്റ്റേഷൻ. പാലക്കാടിന് പുതിയ ടെർമിനൽ സ്റ്റേഷൻ പദ്ധതി ഇല്ലാത്തതിനാൽ പുതിയ വണ്ടികളുടെ വരവ് നിലയ്ക്കുമെന്നാണ് ആശങ്ക. ആരംഭിച്ച കാലത്ത് തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡിവിഷനായിരുന്നു പാലക്കാട്. 1956 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നത്. പ്രായം വർദ്ധിക്കുന്തോറും പാലക്കാട് ഡിവിഷന്റെ പ്രവർത്തന വിസ്തൃതി കുറഞ്ഞു വന്നു. ഡിവിഷൻ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് 1247.50 കിലോമീറ്റർ ആയിരുന്നു റെയിൽപാതകളുടെ ദൈർഘ്യം. തിരുവനന്തപുരം ഡിവിഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കുറച്ചു ഭാഗം അങ്ങോട്ട് നൽകി. ഇതോടെ ദൈർഘ്യം 1132.98 കിലോമീറ്ററായി. 2006-ലെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് കിട്ടിയ സമ്മാനമായിരുന്നു പാലക്കാടിനെ വെട്ടിമുറിച്ച് സേലം ഡിവിഷന്റെ രൂപവത്കരണം. അന്ന് തമിഴ്നാട് ലോബിക്ക് വേണ്ടി പാലക്കാട് ഡിവിഷനിൽ നിന്ന് കോയമ്പത്തൂരിനെ അടർത്തി മാറ്റി. സേലം ഡിവിഷൻ തുടങ്ങിയപ്പോൾ 623 കിലോമീറ്ററാണ് പാലക്കാടിന് നഷ്ടമായത്. കേരളപ്പിറവി ദിനത്തിൽ സേലം ഡിവിഷന്റെ ഉദ്ഘാടനം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് BJP കേരളത്തിൽ നടത്തിയ ഹർത്താലും കേരളം മറന്നിട്ടില്ല. 2024-ൽ പാലക്കാട് ഡിവിഷനെ ദുർബലമാക്കാനുള്ള നീക്കം വാർത്തയായപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെ ഇത്തരം നീക്കം ഉണ്ടാകില്ലെന്നും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും റെയിൽവേ നിഷേധക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഇത്തവണത്തെ വെട്ടിമുറിക്കൽ തീരുമാനം വരുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ്. ഓഗസ്റ്റ് 31-ന് 70ാം പിറന്നാളും കടന്ന് കൃത്യം 1 മാസം കഴിയുമ്പോൾ മംഗളൂരു മേഖല ഈ ഉത്തരവനുസരിച്ച് പാലക്കാട് ഡിവിഷന് നഷ്ടമാവുകയും ചെയ്യും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരുവിനെ അടർത്തി മാറ്റിയ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെ കർണാടകയിലെ BJP നേതാക്കൾ അവകാശവാദങ്ങളുമായി മത്സരത്തിലാണ്.
തങ്ങളുടെ ഇടപെടലിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത് എന്ന് എംപിമാരടക്കമുള്ള BJP നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. തീരുമാനത്തിൽ തനിക്കുള്ള പങ്ക് വിശദീകരിച്ചുകൊണ്ട് കർണാടകക്കാരനായ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി B. സോമണ്ണയും രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടക ലോബി മംഗളൂരുവിനു വേണ്ടി പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2024 മംഗളൂരുവിനായി ഏക റെയിൽവേ സോൺ ഭരണത്തിന് ആവശ്യമായ റിപ്പോർട്ട് നൽകാൻ റെയിൽവേ ബോർഡ് ഉത്തരവിട്ടിരുന്നു. ഉള്ളാൾ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയതിന് പിന്നിൽ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കർണാടകയിലെ BJP നേതാക്കളുടെ നിരന്തര സമ്മർദ്ദമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2006 സേലം ഡിവിഷന്റെ രൂപവത്കരണത്തോടെ വെട്ടിമുറിക്കപ്പെട്ട പാലക്കാടിന് മംഗലാപുരവും നഷ്ടപ്പെടുമ്പോൾ ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാണ്. സേലവും മംഗലാപുരവും കോച്ച് ഫാക്ടറിയും നഷ്ടപ്പെട്ട പാലക്കാട് പേരിനൊരു ഡിവിഷൻ മാത്രമായി മാറുമെന്ന ആശങ്ക റെയിൽവേ ജീവനക്കാരടക്കം പങ്കുവെക്കുന്നു. പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ സംവിധാനം നിലവിൽ വരുന്നതോടെ പാലക്കാട് ഡിവിഷന് പിറ്റ് ലൈൻ ആവുമെങ്കിലും ഇവിടെ നിന്ന് ആരംഭിക്കാവുന്ന ദീർഘദൂര വണ്ടികളുടെ എണ്ണത്തിന് പരിമിതികളുണ്ട്. മംഗളൂരു പോയാലും വെറും 18 കിലോമീറ്റർ റെയിൽപാത മാത്രമേ പാലക്കാട് ഡിവിഷന് നഷ്ടമാവുന്നുള്ളൂവെന്ന വാദം ഇതിനകം പലരും ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സേലം ഡിവിഷൻ രൂപവത്കൃതമാവുമ്പോഴും ഒരു വിഭാഗം മുന്നോട്ട് വെച്ചത് സമാനമായ വാദമാണ്. പാലക്കാട് ഡിവിഷൻ വരുമാനത്തിന്റെയും പ്രവർത്തന മികവിന്റെയും കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാമതാണെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ അവകാശപ്പെട്ടിട്ട് അധിക നാളുകളായില്ല. ഭരണ സൗകര്യത്തിന്റെ പേരിൽ നടപ്പിലാക്കുന്ന ഈ ആസൂത്രിത അജണ്ടയ്ക്കെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും രംഗത്തെത്തിക്കഴിഞ്ഞു. ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഉയർന്നില്ലെങ്കിൽ നമ്മുടെ റെയിൽവേ വികസനം വരും കാലങ്ങളിൽ ഒരു മരീചികയായി അവശേഷിക്കുമെന്നുറപ്പാണ്. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.